ആലപ്പുഴ കായംകുളത്ത് 14 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. കാപ്പിൽ സ്വദേശി ഷാജിയുടെ മകൻ ഷാഫിക്കാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. സമീപവാസിയായ മനോജ് യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കായംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്നുള്ള ആക്രി സാധനങ്ങൾ വിൽക്കാൻ ഷാഫിയും സഹോദരനും കൂടി കടയിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അക്രമം. കാപ്പിൽ കിഴക്ക് ആലമ്പള്ളിയിൽ മനോജ് എന്നയാൾ കുട്ടികളുടെ സൈക്കിൾ തടഞ്ഞു നിർത്തി അടിച്ചെന്നാണ് പരാതി. ആക്രിക്കടയിൽ കൊടുത്ത സാധനങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉപദ്രവിച്ചതായും കുട്ടികൾ പറയുന്നു. നിന്നെ കാണിച്ചാണ് നിന്നെ കാത്താക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ മൊബൈലൊക്കെ എടുത്തിട്ട് രണ്ടൊക്കെ വിളിക്കാൻ പോയി. അവൻ വിളിച്ചു, എനിക്കൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ മകനാണെങ്കിൽ സംസാരിച്ചതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നീ ചീത്ത വിളിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്നും വിളിച്ചില്ലായിരുന്നു. ചീത്ത വിളിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ് സൈക്കിളെ പിടിച്ചെടുത്തുള്ളൂ. സൈക്കിളിൽ പൊക്കിയെടുത്ത് ഇട്ടപ്പോൾ എൻ്റെ നെഞ്ചത്താ വീണ. മാമൻ എന്തോ അവൻ കാണിക്കുന്നത്, ഞാൻ മാമനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മാമൻ എന്നെ എടുത്ത് വെച്ച് അടിക്കുമായിരുന്നു. കുറേ അടി അടിച്ചപ്പോൾ എനിക്കറിയാവുന്ന വീട്ടിലോട്ട് ഞാൻ എന്തോ എൻ്റെ അനിയൻ പറഞ്ഞു. അവർക്ക് അറിയാവുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ നിർത്തിയില്ല, എന്നെ പിടിച്ചിട്ട് അടിക്കുമായിരുന്നു. മുള്ളുവേലി താക്കലും കൊങ്ങയ്ക്ക് പിടിച്ച് വെച്ചിട്ട് അടിനാക്കി ചവിട്ടുമായിരുന്നു. ഇളയ കുട്ടി വീട്ടിലെത്തി അറിയിച്ചതിനെ തുടർന്ന് മൂത്ത സഹോദരൻ ഓടിയെത്തുമ്പോൾ ഷാഫിയെ നിലത്തിട്ട് ചവിട്ടുകയായിരുന്നുവെന്ന് അമ്മ ഫാത്തിമ പറഞ്ഞു. മൂത്രതടസ്സവും ദേഹമാസകലം ചതവുമായ കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അനിയനെ അവനെ ഓടി വന്ന് ഉമ്മച്ച ഇതുപോലെ ഇക്കായ ഒരാളടിക്കുന്നുണ്ട് ഓടി പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോയത്. എന്നെയും ഒരുപാട് ചീത്ത പിടിച്ച് അങ്ങേരെ അടിക്കാൻ കൈപോക്കി. ഞാൻ പറഞ്ഞു എന്നെ തൊട്ടുപോയാൽ വിവരം അറിയും ഞാൻ പറഞ്ഞു. അപ്പം അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു അയ്യോ ഇയാളുടെ കുഞ്ഞാണ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നെന്ന്. അവരെ ആരുമേ മാറ്റി പിടിച്ചില്ല, എൻ്റെ കുഞ്ഞിനെ അത്രയ്ക്ക് എടുത്ത് അടിച്ചത്. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാതിരുന്ന കായംകുളം പോലീസ് പിന്നീട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. BJP പ്രവർത്തകൻ കൂടിയായ മനോജ് ഇപ്പോൾ കായംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ന്യൂസ് 18 ആലപ്പുഴ.